ഞങ്ങളിവിടെ ഡൽഹിയിലെ ഒരു കല്യാണം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറയാത്ത കല്യാണം ഒന്നല്ല, നമ്മള് ട്രെയിനിൽ നിന്ന് അതിസാഹസികമായി പരിചയപ്പെട്ട ഞങ്ങളെ സ്വന്തം നാട്ടിലെ ആളാണ്. നമ്മള് ട്രെയിനിൽ പരിചയപ്പെട്ട് എന്നിട്ട് നമ്മൾക്ക് ഫോൺ നമ്പർ വാങ്ങി എന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ പറയില്ല, പക്ഷെ ഉള്ളിൽ കയറ്റും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ചെറുതായിട്ട് ഓഡിറ്റോറിയം മാറിപ്പോയി. ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. ഓക്കെ, ഇവിടേക്ക് എന്തോ ഒരു പരിപാടി നടന്നതിൻ്റെ പ്രതീതി ഉണ്ട്. ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ കിടക്കുന്നുണ്ട്. സംഭവം എല്ലാവരും നമ്മളെ സൂക്ഷിച്ച് നോക്കണം. നമ്മൾ പറയാത്ത കല്യാണത്തിന് വന്ന പോലെ സൗണ്ടിലോട്ട് പറയുന്നത് മലയാളികളാണേനും. അതാണെങ്കിൽ എല്ലാവരും ഔട്ട്ഫിറ്റ് നോക്കണം. അങ്ങോട്ട് പോയി നോക്കൂ. എന്താണ് കല്യാണം ചെയ്യുന്നത്? കാട് കൊണ്ടുവന്നില്ലേ? പിന്നെ വിചാരം എന്താ അറിയോ, നിങ്ങളെങ്ങനെ കയറിയത് കാട് എവിടെ ചെക്കവരെടുത്ത് പറയാൻ വേണ്ടി തുടങ്ങി. എന്തായാലും സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാവർക്കും ഞങ്ങളോട് പറയാത്ത കല്യാണത്തിനല്ല വന്നതെന്നുള്ളത്. ചേച്ചി ആ ട്രെയിനിൽ നിന്ന് കണ്ട പോലെ നല്ലല്ലോ. എല്ലാ ഡ്രസ്സും കണ്ടു. സാരി കൊടുക്കും. സാരി ചേച്ചിയാണ് ചേച്ചിയുടെ പേര്. അങ്ങനെ ഡൽഹി കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നിമിത്തമായത് നമ്മുടെ സാരി ചേച്ചിയാണ്. അവിടെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെ സ്റ്റേജ് ഡെക്കറാണ്. വളരെ ചെറിയൊരു സ്പേസിൽ നല്ല ഭംഗിയായിട്ട് ഡെക്കർ ചെയ്തിട്ടുണ്ട്. ക്യാമറാമാൻമാരൊക്കെ ഇതൊക്കെ നമ്മളവിടുത്തെ പോലെ തന്നെ ഭയങ്കര തിരക്കിയിട്ടുള്ള ക്യാമറാമാൻമാർ തന്നെയാണ്. ഇത് കേക്ക് കട്ട് ചെയ്യണ സമയമാണ്. ഇവിടെ കേക്ക് കട്ടിംഗ് ആണ്. 2 ഭാഷയിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ.
ഇതാ നമ്മളെ ബ്രൈഡും ഗ്രൂമും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റർ ചെയ്യാണ്. അപ്പോൾ അവരെ വിളിക്കുകയാണ്. हाँ ഇവിടെ നമ്മുടെ ചാനലിൽ शुरुआत हुआ है कि आप सभी लोग ध्यान दे दीजिएगा. നമ്മളെ ബ്രൈഡും ഗ്രൂമാണ് കേട്ടത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരുപാട് മറ്റേ സ്വർണം കാര്യങ്ങളൊന്നും ഇട്ടിട്ടുള്ളൊരു കല്യാണമൊന്നും അല്ല. ഇനി റിസപ്ഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എന്നാലും എന്തെങ്കിലും ഒന്ന് തികച്ചും ഒരു വെറൈറ്റി മാരേജാണ് കേട്ടോ. അപ്പോൾ അതിന് വഴിയൊരുക്കിയത് നമ്മളെ ചേച്ചിയാണ്, സാലി ചേച്ചിയാണ്. ഇവർ കേക്ക് ഇവരെല്ലാരും കേക്ക് കട്ട് ചെയ്യുകയാണ്. വധുവരന്മാർ മറ്റേ ബ്രൈഡിന്റെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റാണ്. അതെ, ഫസ്റ്റ് രണ്ടാമത്തെ ഔട്ട്ഫിറ്റാണ് ഇത്. ഒന്നാമത്തല്ല, രണ്ടാമത്തെ. ഫസ്റ്റ് കഴിഞ്ഞു. അത് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്ത് സിമ്പിളാ അല്ലേ. ഇപ്പൊ നമ്മളെ മുസ്ലിം ബ്രൈഡോ ഹിന്ദു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. സെക്കൻഡ് ഔട്ട്ഫിറ്റ് അല്ലേ ഭയങ്കര സിമ്പിൾ ആക്കി കൊടുക്ക് ബ്രൈഡ്. ഇനി വരെ നാഷണൽ ആൽബം തുടങ്ങി. ഇവിടെ ലൈവൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ ക്യാമറക്കാർ ഭയങ്കര സെറ്റപ്പായിട്ട് എടി സൂപ്പർ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഓരവിടെ സെറ്റ് ചെയ്യും. നമുക്ക് കണ്ടോ ലേറ്റ് കൂട്ട് പറയണുണ്ടോ. സംഭവം ഇടയ്ക്ക് അയാൾ പറഞ്ഞേക്കായിട്ട് ക്യാമറയുടെ മുതലാളി ഈ പയ്യനോട് ചൂടാവണൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചൂടാവണേ. ഒരു കല്യാണത്തിന് വിളിക്കുമ്പോ ഗിഫ്റ്റ് പോലും ഇല്ലാതെ വന്നു കേട്ടോ. കല്യാണത്തിന് അവര് വിളിക്കുമ്പോ കയ്യും വീശി വരെല്ലാം വേണ്ടത് ഗിഫ്റ്റ് മേടിക്കാന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാന്നല്ലോ. ഞങ്ങളെ പറഞ്ഞു ഗിഫ്റ്റ് മേടിക്കാൻ. ഇല്ലല്ലോ, ഞാൻ ആച്ചിനോട് പറഞ്ഞല്ലോ ഒരു ഗിഫ്റ്റ് പോലും ഇല്ലാതെ ഒരു കല്യാണത്തിന് വരാം. ഗ്രൂമിന്റെ ഫാദർ സ്റ്റേജിൽ വിളിക്കണം. ഗ്രൂമിന്റെ ഫാദർ സ്റ്റേജിൽ വിളിക്കണം. ഞാൻ പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നീങ്ങുകയാണ്. അപ്പോൾ ഒരു ഡൽഹി ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. സാളി ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം. ചേച്ചി ഞങ്ങളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവാണ്. അല്ല, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ചേച്ചി ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇതാ ഈ വലിച്ചു കൊണ്ടുപോകണം കണ്ടാൽ തന്നെ അറിയില്ല നിർബന്ധിച്ചിട്ടാണെന്ന്. നമ്മളെ അങ്കിളിതാ ട്രെയിനിൽ ചായയൊക്കെ കുടിച്ചിരിക്കണം. നമ്മളെ സാലി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മൂപ്പരുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. തരക്കേടില്ലാത്ത ക്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. പ്രശ്നമില്ല.